ക്വസ്റ്റ്യൻ നമ്പർ 1. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്തായ മാങ്കുളം ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ 2 ഇടുക്കി ജില്ല. ആൻസർ ഓപ്ഷൻ 2 ഇടുക്കി ജില്ല. 2. മോൺട്രിയൽ പ്രോട്ടോകോൾ താഴെ തന്നിരിക്കുന്ന ഏത് പരിസ്ഥിതി പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ 3 ഓസോൺ ശോഷണം. ആൻസർ ഓപ്ഷൻ 3 ഓസോൺ ശോഷണം. 3. തിരുവനന്തപുരം ജില്ലയിൽ ലയൺ സഫാരി പാർക്കിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 നെയ്യാർ ഡാം. ആൻസർ ഓപ്ഷൻ 1 നെയ്യാർ ഡാം. 4. പരിസ്ഥിതിയാണ് എക്കാലത്തേക്കും ഉള്ള സമ്പത്ത് എന്ന മുദ്രാവാക്യം ഏത് പരിസ്ഥിതി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ 4 ചിപ്കോ പ്രസ്ഥാനം. ആൻസർ ഓപ്ഷൻ 4 ചിപ്കോ പ്രസ്ഥാനം. 5. ഗ്രീൻ ക്രോമൈഡ്, പേൾ സ്പോട്ട് എന്നീ പേരുകളിൽ കേരളത്തിൽ പരക്കെ അറിയപ്പെടുന്ന മത്സ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 കരിമീൻ. ആൻസർ ഓപ്ഷൻ 2 കരിമീൻ. 6. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 മധ്യപ്രദേശ്. ആൻസർ ഓപ്ഷൻ 3 മധ്യപ്രദേശ്. 7th ക്വസ്റ്റ്യൻ. ഒരു പ്രദേശത്തെ ഏറ്റവും കുറഞ്ഞത് എത്ര വർഷമെങ്കിലുമായി അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയാണ് കാലാവസ്ഥ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ 1 30 വർഷം. ആൻസർ ഓപ്ഷൻ 1 30 വർഷം. 8. രാസവ്യവസായത്തിലെ ഹിരോഷിമ എന്ന് ഭോപ്പാൽ ദുരന്തത്തെ വിശേഷിപ്പിച്ച സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ഗ്രീൻ പീസ്. ആൻസർ ഓപ്ഷൻ 4 ഗ്രീൻ പീസ്. 9. സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രനാമം. സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രനാമം എന്താണ്? ആൻസർ ഓപ്ഷൻ 2 മക്കാക്ക സൈലനസ്. ആൻസർ ഓപ്ഷൻ 2 മക്കാക്ക സൈലനസ്. 10. ദിനോസറുകളുടെ കാലത്തുണ്ടായിരുന്ന അപൂർവമായ ട്രീ ഫേൺ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ആനമുടിച്ചോല. ആൻസർ ഓപ്ഷൻ 3 ആനമുടിച്ചോല. 11. ബോംഡില ഏത് സംസ്ഥാനത്താണ്? ബോംഡില ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ 1 അരുണാചൽ പ്രദേശ്. ആൻസർ ഓപ്ഷൻ 1 അരുണാചൽ പ്രദേശ്. 12. ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ അഗ്നിപർവ്വതമായ ബാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ 4 മധ്യ ആൻഡമാൻ. ആൻസർ ഓപ്ഷൻ 4 മധ്യ ആൻഡമാൻ. 13. വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ 3 മൻമോഹൻ സിംഗ്. ആൻസർ ഓപ്ഷൻ 3 മൻമോഹൻ സിംഗ്. 14. കൻഹ വന്യജീവി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൻഹ വന്യജീവി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ 3 മധ്യപ്രദേശ്. ആൻസർ ഓപ്ഷൻ 3 മധ്യപ്രദേശ്. 15. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ചിൽക്ക തടാകം. ആൻസർ ഓപ്ഷൻ 1 ചിൽക്ക തടാകം.
16. നദികളുടെ വടക്കുനിന്ന് തെക്കോട്ടുള്ള ശരിയായ ക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. 17th ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കര അതിർത്തിയുടെ നീളം എത്ര കിലോമീറ്റർ ആണ്? ഇന്ത്യയുടെ കര അതിർത്തിയുടെ നീളം എത്ര കിലോമീറ്റർ ആണ്? ആൻസർ ഓപ്ഷൻ 2 15,200 കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ 2 15,200 കിലോമീറ്റർ. 18. ഇന്ത്യയുടെ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 മധ്യപ്രദേശ്. ആൻസർ ഓപ്ഷൻ 3 മധ്യപ്രദേശ്. 19. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാന സാങ്കല്പിക രേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാന സാങ്കല്പിക രേഖ ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ഉത്തരായന രേഖ. ആൻസർ ഓപ്ഷൻ 1 ഉത്തരായന രേഖ. 20. കൊടൈക്കനാൽ ഏത് മലനിരകളിലാണ്? കൊടൈക്കനാൽ ഏത് മലനിരകളിലാണ്? ആൻസർ ഓപ്ഷൻ 4 പഴനി മലനിരകൾ. ആൻസർ ഓപ്ഷൻ 4 പഴനി മലനിരകൾ. 21. ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ച ഏക ജൂത വൈസ്രോയി. ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ച ഏക ജൂത വൈസ്രോയി ആരാണ്? ആൻസർ ഓപ്ഷൻ 2 റീഡിംഗ് പ്രഭു. ആൻസർ ഓപ്ഷൻ 2 റീഡിംഗ് പ്രഭു. 22. 1857 കലാപത്തെ ആദ്യത്തേതും അല്ല, ദേശീയവുമല്ല, സ്വാതന്ത്ര്യസമരമല്ല എന്ന് അപഗ്രഥിച്ച ചരിത്രകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ 3 R.C. മജുംദാർ. ആൻസർ ഓപ്ഷൻ 3 R.C. മജുംദാർ. 23. 1878 പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം. 1878 പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം. ആൻസർ ഓപ്ഷൻ 1 ദ ഹിന്ദു. ആൻസർ ഓപ്ഷൻ 1 ദ ഹിന്ദു. 24. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് വാഗൺ ട്രാജഡി? ആൻസർ ഓപ്ഷൻ 4 മലബാർ കലാപം. ആൻസർ ഓപ്ഷൻ 4 മലബാർ കലാപം. 25. പശ്ചിമേന്ത്യയിലെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ 2 മഹാദേവ് ഗോവിന്ദ റാനഡെ. ആൻസർ ഓപ്ഷൻ 2 മഹാദേവ് ഗോവിന്ദ് റാനഡെ. 26. പണ്ഡിത രമാബായി സ്ഥാപിച്ച ശാരദാ സദൻ ആരുടെ ക്ഷേമമാണ് ലക്ഷ്യം ഇട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 3 വിധവകൾ. ആൻസർ ഓപ്ഷൻ 3 വിധവകൾ. 27. ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഏത് അവസരത്തിലാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? ആൻസർ ഓപ്ഷൻ 1 ദണ്ഡി യാത്ര തുടങ്ങുന്ന സമയത്ത്. ആൻസർ ഓപ്ഷൻ 1 ദണ്ഡി യാത്ര തുടങ്ങുന്ന സമയത്ത്. 28. ധീര സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായിയുടെ മരണം സംഭവിച്ചത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ്? ആൻസർ ഓപ്ഷൻ 4 സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം. ആൻസർ ഓപ്ഷൻ 4 സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം. 29. 1948 സ്ഥാപിതമായ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ 2 ഹോമി ജെ ബാബ. ആൻസർ ഓപ്ഷൻ 2 ഹോമി ജെ ബാബ. 30. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ബാലഗംഗാധര തിലകൻ. ആൻസർ ഓപ്ഷൻ 3 ബാലഗംഗാധര തിലകൻ.
31 ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 1 UK. ആൻസർ ഓപ്ഷൻ 1 UK. 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 32-ാം അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ 4 32-ാം അനുച്ഛേദം. 33 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നത്. ആൻസർ ഓപ്ഷൻ 2 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആൻസർ ഓപ്ഷൻ 2 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 34 ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത്. ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ 2 സുപ്രീം കോടതി. ആൻസർ ഓപ്ഷൻ 2 സുപ്രീം കോടതി. 35 ലോകസഭയുടെ കാലാവധി ഡാഷ് മുതൽ 5 വർഷമാണ്. ലോകസഭയുടെ കാലാവധി ഡാഷ് മുതൽ 5 വർഷമാണ്. ആൻസർ ഓപ്ഷൻ 3 ആദ്യ സമ്മേളന തീയതി മുതൽ. ആൻസർ ഓപ്ഷൻ 3 ആദ്യ സമ്മേളന തീയതി മുതൽ. 36 കേന്ദ്രമന്ത്രി സഭാംഗങ്ങൾ കൂട്ടായി ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? ആൻസർ ഓപ്ഷൻ 1 ലോകസഭയോട്. ആൻസർ ഓപ്ഷൻ 1 ലോകസഭയോട്. 37 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് നിയമവകുപ്പിൻ്റെ കീഴിൽ, പ്രധാനമന്ത്രിയുടെ കീഴിൽ, സുപ്രീം കോടതിയുടെ കീഴിൽ, ഇവരുടെ കീഴിലല്ല. ആൻസർ ഓപ്ഷൻ 4 ഇവരാരുടെയും കീഴിലല്ല. 38 പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ആന്ധ്രാപ്രദേശ്. ആൻസർ ഓപ്ഷൻ 2 ആന്ധ്രാപ്രദേശ്. 39 ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് സാമ്പത്തിക നീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 2 ആമുഖം. ആൻസർ ഓപ്ഷൻ 2 ആമുഖം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40 ഏത് അനുച്ഛേദം പ്രകാരമാണ് സായുധ സേനകളിലെ അംഗങ്ങളുടെ മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 2 33-ാം അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ 2 33-ാം അനുച്ഛേദം. താങ്ക് യു.